അപ്പം നമ്മൾ ഇന്ന് ദുബായിക്ക് പോവാണ്. ഹേയ് നിച്ചി, ഹലോ. അപ്പോൾ ദുബായിക്ക് പോവാണ്. നിച്ചുവിൻ്റെ ഫസ്റ്റ് ദുബായ് ട്രിപ്പ് അല്ലേ നിച്ച? ഫസ്റ്റ് ദുബായ് ട്രിപ്പ്. ചേട്ടൻ വന്നിട്ടില്ല. ചേട്ടൻ ഡോറൊക്കെ ലോക്ക് ചെയ്യണുള്ളൂ. സ്ട്രോളറൊക്കെ എടുത്തിട്ടുണ്ട്. നിച്ചിരുന്നാൽ മതി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തട്ടിക്കുട്ടി മേക്കപ്പ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു ബൺ കെട്ടാൻ നോക്കിയതാണ്. ഓക്കെ, ജസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. നിച്ചുവിന് ഉറക്കം വരുന്നുണ്ട്. ചേട്ടൻ വന്നിട്ടോ. യെസ്, നിച്ചിന് നല്ല ഉറക്കമുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഉറങ്ങിയതുകൊണ്ട് നിച്ചു ദുബായ് എത്തുന്നവരെ ഉറങ്ങി. കാറിലായതുകൊണ്ടാണ് ഇത്ര നേരം കിടന്നുറങ്ങിയത് കേട്ടോ. നമ്മളിപ്പോൾ ദുബായിൽ ബുർജ് മാളിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കരാമയിൽ പോയി ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാം. ലഞ്ച് ടൈം ആയല്ലോ. എന്നിട്ട് നമുക്ക് നേരെ ബുർജ് മാളിൽ പോകാം. ചേട്ടൻ എന്തോ റീൽസിൽ കണ്ടപ്പോൾ അവിടെ എന്തോ ഓഫേഴ്സൊക്കെ എന്തോ നടക്കുന്നുണ്ട്, എന്തോ ഷർട്ട്സിനൊക്കെ. അപ്പോൾ അവിടെ പോയി ഡ്രസ്സ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്, ബുർജ് മാളിലേക്ക്. നിച്ചുവിൻ്റെ ഫസ്റ്റ് ദുബായ് ട്രിപ്പും കൂടിയാണല്ലോ. മാളിൽ ബേബി ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നിച്ചുവിനും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കണം എന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ദുബായിലേക്ക് ഇറങ്ങിയിരിക്കണത് കേട്ടോ. ഫസ്റ്റ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കരാമയിലേക്കാണ് കേട്ടോ. ലഞ്ച് ടൈം ആവാറായി. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴേക്കും ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കരാമയിലേക്കാണ് പോകുന്നത് കേട്ടോ. കരാമ എന്ന് പറഞ്ഞാൽ കുറേ മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് മലയാളി റെസ്റ്റോറൻറ്റ്സൊക്കെ കൂടുതൽ കരാമയിലുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കരാമയിലെ റെസ്റ്റോറൻറ്റ്സിലെ ഫുഡിനൊക്കെ. നമുക്ക് മലയാളിത്തനിമ തോന്നുന്ന ഫുഡ്സുകളൊക്കെയാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ വിചാരിച്ചു ഇത്തവണ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കാറുണ്ട്. നിച്ചു വന്നപ്പോൾ ഇത് ആദ്യത്തെ ടൈമാണ് നമ്മൾ ദുബായിലേക്ക് തന്നെ ഇറങ്ങുന്നത്. കരാമയിൽ നമ്മൾക്ക് ദേപ്പുട്ടി പോയി ഫുഡ് കഴിക്കാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ദേപ്പുട്ടിയിലേക്കാണ് കരാമയിൽ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.25 മണിക്കൂറുണ്ട് കേട്ടോ ദുബായിലേക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ തന്നെ 11:30 കഴിഞ്ഞിരുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മളൊരു 12:45 അടുത്താവാറായി എത്തിയപ്പോൾ. അപ്പോൾ നിച്ചുവിൻ്റെ ഉള്ള ഫുഡൊക്കെ ഞാൻ ബാഗിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നിച്ചുവിന് ഫുഡ് കാറിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആവുമല്ലോ. അപ്പോൾ കൊച്ചിന് വിശന്ന് തുടങ്ങും. അവളാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് കാറിൽ കിടന്ന്. ഫസ്റ്റ് ടൈമാണ് അവൾ ഇത്രയും നേരം കിടന്ന് ഉറങ്ങുന്നത്. കാറിൽ അവൾ ഉറങ്ങാറുണ്ടെങ്കിലും നമുക്ക് അബുദാബിയിലേക്കൊക്കെ പോകാനായിട്ട് അരമണിക്കൂറൊക്കെ മതിയല്ലോ. അപ്പോൾ അവൾ അത്ര നേരമൊക്കെ അരമണിക്കൂറൊക്കെ ഉള്ള മാക്സിമം. 3/4 മണിക്കൂറിൽ കൂടുതൽ അവൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ കാറിൽ കിടന്ന് ഇത്രയും നേരം ഉറങ്ങിയപ്പോൾ ഞാൻ ചേട്ടനെ സന്തോഷിച്ചു. കാരണം അല്ലെങ്കിൽ അവൾ കാറിൽ കിടന്ന് വാശെടുത്ത് നമുക്കത് ബുദ്ധിമുട്ടാവുമായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ റോഡിൽ ഇങ്ങനെ ഒതുക്കിയിട്ട് അങ്ങനെ നിർത്താനൊന്നും പറ്റില്ല. സ്ട്രെയിറ്റ് റോഡാണ്, അങ്ങനെ നിർത്താനൊന്നും പാടില്ല. അപ്പോൾ ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ടാണ് പോയതെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചു. ഞാൻ പുറത്ത് കാഴ്ചയും കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷെ എനിക്ക് ദുബായിൽ ഏറ്റവും ഇഷ്ടം നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നതാണ് കേട്ടോ. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ നൈറ്റാണ് സൂപ്പർന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നതാണ് പൊക്കമുള്ള ബിൽഡിംഗ് ഉണ്ടോ, അതാണ് ബുർജ് ഖലീഫ. നമ്മൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അവിടെ പോയിട്ടുള്ളത് അതിൻ്റെ ടോപ്പിക്ക് കയറിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ദുബായ് മോൾ, ദുബായ് ഫൗണ്ടൻ കണ്ടതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഈ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അത് പോയി ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ എണീറ്റിട്ടുള്ളൂ, പക്ഷെ നമ്മൾ എത്തിയിട്ടില്ലടി. കണ്ടോ? അയ്യോ, അങ്ങനെ എണീറ്റ് നല്ല മൂടാണ്ട് തോന്നുന്നു. നിച്ചമ്മ ഇരിക്കുന്നുണ്ട്. ഫൈനലി നമ്മളവിടെ തേപ്പൂട്ടിലെത്തി. അപ്പോഴൊരു കാര്യം മനസ്സിലായി, അവിടെ ക്യൂ ആണ്. 45 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്രയും ടൈം അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റ് അവിടെ തന്നെ നോക്കിയപ്പോൾ അവിടുത്തെ ഫിഷ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്.
അവിടെ പോയിട്ട് 20 മിനിറ്റ്സ് വരെ വെയിറ്റുണ്ട്. നമുക്ക് അതും പറ്റിയിട്ടുണ്ടാവില്ല. കാരണം നിച്ചുനെന്നും കൊണ്ട് നമുക്ക് അത്ര നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റിൽ പോകാനേ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ തള്ളുവണ്ടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടത്. നമ്മൾ അവിടെ കയറി. പക്ഷെ അവിടെ കയറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അതൊരു തമിഴ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ തള്ളുവണ്ടി എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മലയാളി ടച്ച് ഉണ്ടല്ലോ, അപ്പോൾ മലയാളി റെസ്റ്റോറൻ്റ് ആവുമെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷെ പണിവാളി തമിഴ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് കഴിക്കും എന്നായപ്പോൾ ചേട്ടൻ പറഞ്ഞു അവിടുത്തെ ബിരിയാണി സൂപ്പറായിരിക്കും. തമിഴ്നാട്ടിലെ ബിരിയാണി സൂപ്പറാണ്. ചേട്ടൻ ചെന്നൈയിലാണ് പഠിച്ചിരുന്നത്. എൻജിനീയറിംഗ് പഠിച്ചത് ചെന്നൈയിലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു തമിഴ്നാട്ടിലെ ബിരിയാണി സൂപ്പറാണ്, എന്തായാലും ഫ്ലോപ്പ് ആവില്ല, നമുക്ക് അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ചിക്കൻ 65 ബിരിയാണിയാണ് കേട്ടോ അവിടെ ഓർഡർ ചെയ്തത്. അപ്പം നിച്ചു ആണെങ്കിൽ ഇപ്പം തന്നെ നിച്ചു അടുത്ത് തന്നെ ഓർഡർ ചെയ്യുമെന്നും പറഞ്ഞു ഭയങ്കര മെനു കാർഡ് നോക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഓർഡർ ചെയ്യണോ എന്നുള്ള ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിച്ചു ആണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് അത് വാങ്ങിച്ച നിച്ചുവിന് ആ മെനു കാർഡ് വെച്ച് കളിക്കാനാണ് കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് അത് വാങ്ങുന്നത്. ഞാനത് കൊടുക്കുന്നുണ്ട്, അവൾക്ക് അറിയാതെ അത്ര നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിച്ചു ഒച്ചുണ്ടാക്കിയാലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാനും ചേട്ടനും ഇരിക്കുന്നത്. പക്ഷെ അവൾ വലിയ നല്ല കുട്ടിയായിട്ടാണ് ഇരുന്നത്. കാരണം അധികം ബഹളം ഒച്ചൊന്നും എടുത്തില്ല. ലാസ്റ്റ് ഫുഡ് കഴിക്കാറായപ്പോഴാണ് അവളൊന്ന് ജസ്റ്റ് കരഞ്ഞത്. അപ്പോൾ അതുവരെ അവളെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അവൾ ഇത്തിരിയും കൂടി വലുതായി തുടങ്ങിയപ്പോൾ അവളിങ്ങനെ കയ്യിലിരിക്കുന്നില്ല. അവൾക്കിങ്ങനെ പെരുപെരു എന്നും പറഞ്ഞിങ്ങനെ ഇറങ്ങിപ്പോവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷെ ആ ടൈമിൽ ഈ പോയ സമയത്തൊന്നും അവൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്ത് അവൾ അതും പിടിച്ച് കളിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഫുഡ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. കാരണം നമ്മൾ വേറെ സ്ഥലത്ത് കഴിക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ കയറുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മുടെ മൈൻഡിൽ വേറെ റെസ്റ്റോറൻറ്റിലെ ഫുഡായിരുന്നല്ലോ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്തു, ചേട്ടൻ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ എന്ന്. ചേട്ടൻ പറഞ്ഞു ഇനി പറ്റുമ്പോൾ ഇനി കരാമിൽ എന്തെങ്കിലും പോവുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി പോയി കഴിക്കാം എന്ന് പറഞ്ഞു. അത്രയ്ക്ക് മസ്റ്റായിട്ട് നമുക്ക് ഇനിയും കഴിക്കാൻ തോന്നുന്ന ടൈപ്പ് ഫുഡിൽ ഒരു ഐറ്റം കൂടിയായിട്ട് എനിക്ക് തോന്നി. നിച്ചും ഞാൻ എൻ്റെ ബാഗ് കൊടുത്ത് സൈഡിൽ ഇരുത്തിക്കുകയാണ് കേട്ടോ. അവൾ കുറേ നേരം അതൊക്കെ വെച്ച് കളിച്ചു. പിന്നെ ഞങ്ങൾ സ്പൂണൊക്കെ കൊടുത്ത് അവൾ അത് വെച്ച് കളിച്ചു. പിന്നെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് താഴെ ഇടുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റൊക്കെ എത്തിയപ്പോഴേക്കും അവൾ ഭയങ്കര കരച്ചിലായി. നമ്മൾ കഴിക്കുന്ന ഇലയൊക്കെ വലിച്ചെടുക്കാൻ നോക്കലേ, ആകെ ബഹളമായി അവിടെ. എന്നിട്ട് നമ്മൾ നേരെ വന്നത് ബുർജുമാ മാളിലാണ് കേട്ടോ. ഇതാണ് ബുർജുമാ മാൾ. എൻ്റെ ഫ്രണ്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നിച്ചുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനും നിച്ചുവും കൂടി നടന്നു. ചേട്ടൻ സ്ട്രോളർ എടുത്തു. മാളിൽ വെച്ച് നമുക്ക് അവളെ ഇരുത്തി നോക്കാമെന്ന് വിചാരിച്ചിട്ട് സ്ട്രോളർ നമ്മൾ എടുത്തിട്ടുണ്ട് കാറിൽ നിന്ന്. ആദ്യം അവൾ ഇരുത്തിയില്ല, കുറച്ച് നേരം എൻ്റെ കയ്യിലിരുത്തി നടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇരുത്തി നോക്കാമെന്ന് വിചാരിച്ചു. അവളുടെ ഫസ്റ്റ് ടൈം ആണ് അവളെ സ്ട്രോളർ ഇരുത്തിക്കൊണ്ട് നമ്മൾ പോണത്. അങ്ങനെ ഞാൻ സ്ട്രോളറിൽ പയ്യെ ഇരുത്തി നോക്കി. ആൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരുന്നു. എനിക്ക് തോന്നുന്നു കുറേ നേരം ഇരുന്നു കേട്ടോ. അവൾ കുറച്ചെത്തി ലാസ്റ്റ് എത്തിയപ്പോഴാണ് അവൾക്ക് ഉറക്കമൊക്കെ വന്നപ്പോഴാണ് ഒന്ന് കരഞ്ഞു തുടങ്ങിയത്. പിന്നെ അവൾ നല്ല മിടുക്കിക്കുട്ടിയായിട്ട് സ്ട്രോളറിൽ ഇരുന്ന് പോകുന്നുണ്ട്. അപ്പോൾ കുറേ പേര് അവളെ കണ്ടിട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്കും ചിരി വന്നു. ആളിരിക്കണതാണ് ഇപ്പോൾ ഒരു എന്തോ വലിയ ആളെ പോലെ ഇരുന്ന് പോകാണ്ടോ ആൾ. നല്ല രസമുണ്ടായിരുന്നു അവൾ ഇരിക്കണ കാണാനൊക്കെ ആയിട്ട്. പിന്നെ ആൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടുത്തെ ഒരു ബേബി ഷോപ്പിൽ കയറി. നിച്ചുവിന് എൻ്റെ ബാഗ് കൊടുത്ത് സോപ്പിട്ട് എൻ്റെ അതിലിരുത്തിയിരിക്കുകയാണ്, സ്ട്രോളറിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടി ഡ്രസ്സൊക്കെ. അങ്ങനെ നിച്ചുവിന് 2-3 ഡ്രസ്സുകൾ നമ്മൾ അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് പിന്നെ ചേട്ടൻ്റെ അവിടെ ടീഷർട്ട് വാങ്ങാനായിട്ട് നമ്മൾ പോയി. അതിൻ്റെ വീഡിയോ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറച്ച് എത്തിപ്പിക്ക് നിച്ച് സ്ട്രോളറൊക്കെ വിട്ടു, എൻ്റെ കയ്യിലേക്കായി സ്ട്രോളർ. പിന്നെ ഞങ്ങൾ വെറുതെ ഉന്തിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥ
വന്നു. പിന്നെ ഞങ്ങൾ അതിൽ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വച്ചു. പിന്നെ ചേട്ടൻ്റെ ഡ്രസ്സ് എടുക്കാൻ ഇവിടെയാണ് കേട്ടോ വന്നത്. നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ടീഷർട്ടിൽ കുറേ കളക്ഷൻ, ഷർട്ടിൽ എനിക്ക് അത്രയ്ക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ പാർക്കിംഗ് ഏരിയ ആണിത്. അപ്പോൾ നിച്ചുവിന് ഞാനൊരു ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഏകദേശം ഒരു 4-4:30 ആയി. അപ്പോൾ നിച്ചുവിന് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ കാറിലിരുത്തി അവൾ ഉറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോരുവാണ്. ജ്യൂസ് കുടിച്ച് നിച്ചു ഉറങ്ങിപ്പോയി. വീട് എത്തുന്നവരെയും അവൾ ഉറക്കം തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവിടെ എത്താൻ പറ്റിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. നിച്ചുവിൻ്റെ ഫസ്റ്റ് ദുബായ് ട്രിപ്പിൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.